അതൊരു പ്രധാന കാര്യമാണ്. കാരണം നമ്മുടെ കേരള ചലച്ചിത്രമേളയുടെ ഒരു പ്രത്യേകത എപ്പോഴും ഇതാണ്, എന്താണ് പറയുക, ഒരു ജനകീയ മേളയാണ്. അപ്പോൾ വിവിധ ജനങ്ങൾ വരികയും ഇതൊരു കൾച്ചറൽ സ്പേസ് കൂടിയാണ് ശരിക്കും. അപ്പോൾ അത്തരമൊരു കൾച്ചറൽ സ്പേസിൽ നമുക്ക് ചില പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചില വിഷയങ്ങളിലുള്ള ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്യുന്നതിൽ അപാകതയില്ല. പക്ഷേ പബ്ലിസിറ്റിക്ക് വേണ്ടി എന്നുള്ള തരത്തിൽ തന്നെ ചില അനാവശ്യമായ വിഷയങ്ങളിൽ നമ്മളിവിടെ ഈ വിഷയങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് വേറൊരു തരമാണ്. അത് വളരെ സാംസ്കാരികമായ ചില വിഷയങ്ങളുള്ള പ്രതികരണം ആകാവുന്നൊരു ഇടമാണെന്നാണ് എൻ്റെ ഈ ധാരണ. കാരണം ഒരു ജനകീയ മേളയാണ്, നമുക്കിവിടെ ഒരു സിനിമ കാണലോടൊപ്പം തന്നെ ജനകീയ വിഷയങ്ങളിലുള്ള ഇടപെടലുകൾ നടത്തുന്നതൊക്കെ നല്ല കാര്യമാണ്. അങ്ങനെ ഒരാഴ്ചത്തെ ഒരു കൾച്ചറൽ തലസ്ഥാനമാക്കി നമുക്കിതിനെ മാറ്റാൻ പറ്റും. പക്ഷേ അവിടേക്ക് ചില ചെറിയ ചെറിയ അനാവശ്യമായ വിവാദങ്ങൾ വലിച്ചിഴച്ച് കൊണ്ടുവന്നിട്ട് അതൊരു നിരന്തര പബ്ലിസിറ്റിക്ക് കൊണ്ടുവരുന്നത് ഒരു ശരിയായ രീതിയല്ല. അക്കാദമി ചലച്ചിത്രമേള നടത്തുക മാത്രമാണ് ഒരു ചുമതല എന്നുള്ള ഒരു രീതിയിൽ നിന്ന് കുറച്ചുകൂടി മാറി ചിന്തിക്കുകയും ഡിസൈൻ ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ മാത്രമല്ല, ചലച്ചിത്രമേളയോടനുബന്ധിച്ച് ഫിലിം മാർക്കറ്റ് തുടങ്ങുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കുറച്ചുകൂടി ഒരു ആലോചന ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ ഈ മേള കഴിഞ്ഞാൽ അടുത്ത മേളയ്ക്ക് മുമ്പായിട്ട് റീജിയണലായിട്ട് ഇപ്പോൾ നിലമ്പൂർ ഒരു റീജിയണൽ ഫെസ്റ്റിവൽ കഴിഞ്ഞ 2 വർഷമായി നടക്കുന്നുണ്ട്, കോട്ടയത്തൊന്നും നടക്കുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടി ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള മേളകൾ എത്തിക്കാൻ പറ്റും നമുക്ക്. ഈ മൊത്തം സിനിമകളുടെ പാക്കേജ് വേണ്ട, ഇതിൽ നിന്നും തിരഞ്ഞെടുത്ത കുറേ സിനിമകളുടെ ഒരു പാക്കേജ് വെച്ചിട്ട് ഓരോ ജില്ലാ ആസ്ഥാനങ്ങളിലും നമുക്കൊരു റീജിയണൽ മേള സംഘടിപ്പിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ അത് 2 രീതിയിലാണ് ഗുണം ചെയ്യുന്നത്. ഒന്ന്, ഇവിടെ എത്താൻ പറ്റാത്ത ആളുകൾക്ക് കൂടി ഈ സിനിമകൾ കാണാനുള്ള അവസരം കിട്ടുന്നു. ഈ ചലച്ചിത്രമേളയുമായി യാതൊരു ബന്ധമില്ലാത്ത അല്ലെങ്കിൽ ചലച്ചിത്രമേള കണ്ട് പരിചയിച്ചിട്ടേ ഇല്ലാത്ത മറ്റൊരു വിഭാഗം ആളുകൾക്ക്, ഗ്രാമങ്ങളിലുള്ള ആളുകൾക്ക് ഈ സിനിമകൾ കാണാൻ പറ്റുന്നു. അത് കാണുമ്പോൾ ഉണ്ടാകുന്ന രണ്ടാമത്തെ പ്രയോജനം, ഇങ്ങനെയും സിനിമകളുണ്ടെന്നുള്ളത് അവരറിയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സിനിമകൾ അവരുടെ നാട്ടിൽ പിന്നീട് റിലീസ് ചെയ്താൽ ആ സിനിമകൾ കാണാനുള്ള, നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ IFFKയിൽ കണ്ട് മലയാള സിനിമകൾക്ക് ആദ്യം പ്രേക്ഷകരില്ലാതിരുന്നത് പിന്നീട് കണ്ട് ശീലിച്ച് ഇപ്പോൾ പ്രേക്ഷകരുണ്ടായി എന്ന് പറയുന്നത് പോലെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ ലോക സിനിമകൾ കണ്ട് ശീലിക്കുന്ന ജനങ്ങൾ പിന്നീട് തിയേറ്ററുകളിൽ ഒരുപക്ഷെ ഇത്തരം സിനിമകളും സ്വീകരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്പേസ് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. അതിന് ചെയ്യാവുന്നത് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഒരു റീജിയണൽ ഫെസ്റ്റിവൽ നടത്താം. ഇത്രയും സിനിമകളൊന്നും വേണ്ട, ഒരു 10-20 സിനിമകൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഒരു റീജിയണൽ ഫെസ്റ്റിവൽ നടത്താം. അത് ഓരോ മാസങ്ങളിലായിട്ട് ഓരോ ജില്ലാ ആസ്ഥാനങ്ങളിലും നടത്താവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഈ സിനിമ കുറച്ചുകൂടി ജനകീയമാക്കുകയും ഈ എന്താ പറയുക, കലാമൂല്യ സിനിമകൾ ജനകീയമാക്കുകയും ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി കൊണ്ടുവരികയും ചെയ്യാവുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചലച്ചിത്ര അക്കാദമിക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അത് മാധ്യമങ്ങൾക്കൊരു വലിയ പങ്കുണ്ട്. അനാവശ്യമായ കാര്യങ്ങളിലേക്ക് മാധ്യമങ്ങൾ ഫോക്കസ് ചെയ്യുകയും ആവശ്യമുള്ള കാര്യങ്ങൾ ബഹിഷ്കരിക്കുകയും തമസ്കരിക്കുകയും ചെയ്യുന്ന ഒരു രീതി മാധ്യമങ്ങൾക്കുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഏറ്റവും വലിയൊരു ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരു വലിയ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഈ കാടുപൂക്കുന്ന നേരം സിനിമയുടെ ആദ്യ പ്രദർശനം ടാഗോർ തിയേറ്ററിൽ തിങ്ങി നിറഞ്ഞ സദസ്സിലാണ് കാണിക്കുന്നത്. പിറ്റേന്നൊരു പ്രമുഖ പത്രത്തിൽ, നമ്മുടെ ദിനപത്രങ്ങളുടെ ഏറ്റവും പ്രമുഖമായ ഒരു പത്രത്തിൽ പിറ്റേന്നത്തെ ഒരു പേജ് നിറയെ വന്ന ഫോട്ടോകളിൽ ടാഗോർ തിയേറ്ററിൽ നിലത്തിരുന്ന് കാണുന്ന ആളുകളുടെ ഫോട്ടോയുണ്ട്. അടിക്കുറിപ്പ്: ടാഗോർ തിയേറ്ററിൽ നിലത്തിരുന്ന് സിനിമ കാണുന്നു ആളുകൾ, ഏത് സിനിമയെന്നില്ല, ഒരു മലയാള സിനിമയാണത് കാണുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ഫോട്ടോ: ടാഗോർ തിയേറ്ററിന് മുന്നിൽ സിനിമ കാണാനുള്ള നീണ്ട ക്യൂ. അത് ഈ കാട് പൂക്കുന്ന നേരത്തിനുള്ള ക്യൂ ആണ്, ഏത് സിനിമയ്ക്കുള്ള ക്യൂ ആണെന്ന് അവർ പറയുന്നില്ല. ടാഗോർ തിയേറ്ററിലേക്ക് സിനിമ കാണുവാനായി തിരക്കിട്ട് ഓടുന്ന പ്രതിനിധികൾ, ഏത് സിനിമയാണെന്നില്ല. ടാഗോർ തിയേറ്ററിൽ റിമ കല്ലിങ്കൽ സിനിമ കാണാനെത്തിയപ്പോൾ ഫോട്ടോയാണ്. റിമ കല്ലിങ്കൽ സ്വന്തം സിനിമയായ കാട് പൂക്കുന്ന നേരം കാണാനാണ് എത്തുന്നൊന്നില്ല. അപ്പോൾ ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ഇത്രയും വലിയ ഒരു പാക്ഡായിട്ടുള്ള ഓഡിയൻസ് നിറഞ്ഞ ഒരു മലയാള സിനിമ പ്രദർശിപ്പിച്ചപ്പോൾ അതിൻ്റെ ഫോട്ടോകൾ കാണിക്കാം, പക്ഷേ അത് ഒരു മലയാള സിനിമയ്ക്കായിരുന്നു ആ തിരക്ക് എന്നുള്ളത് പറയാൻ ആ മാധ്യമത്തിന് മടിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് മാധ്യമങ്ങൾ കാണുന്നത്. അതേസമയം തന്നെ ഇപ്പുറത്തെ ഒരു 4 പേർ ചേർന്ന് എന്തെങ്കിലും ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചാൽ അത് ഇന്ന കാര്യത്തിലുള്ള പ്രതിഷേധമാണെന്നും ഇന്ന ആൾക്കാരാണെന്നും ഒക്കെ വരികയും ചെയ്യും. അപ്പോൾ ഇതൊരു മാധ്യമങ്ങളുടെ ചില ഒരു പ്രശ്നമുണ്ട്. അവരെ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളതും ഒക്കെ ഒരു മറന്നു പോകുന്ന ഒരു രീതിയുണ്ട്. അതൊരു മാധ്യമധർമ്മമാണെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അത് വേണ്ടതാണ്. നമ്മൾ ഈ എല്ലാ ചലച്ചിത്രമേളകളും, ആ ചലച്ചിത്രമേള കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ മാസം തൊട്ട് അടുത്ത ചലച്ചിത്രമേളയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുണ്ടാകുന്നു. നമ്മൾ കേരള ചലച്ചിത്രമേള കമൽ സാർ ചെയർമാൻ ആവുന്നത് പോലും മേളയ്ക്കൊരു 2-3 മാസം മുമ്പാണ്. കേരള ചലച്ചിത്രമേള മാത്രം ഒരു ഒക്ടോബർ ആകുമ്പോഴാണ്, സെപ്റ്റംബർ അവസാനം ഒക്ടോബർ ആകുമ്പോഴാണ് മേളയെപ്പറ്റി ചിന്തിച്ചു തുടങ്ങുന്നത്, ഡിസംബറിലുള്ള മേളയെപ്പറ്റി ചിന്തിച്ചു തുടങ്ങുന്നത്. അതങ്ങനെയല്ല വേണ്ടുന്നത്. നമ്മളൊരു മേള കഴിഞ്ഞാൽ തൊട്ടടുത്ത മാസം തൊട്ട് തന്നെ അടുത്ത മേളയെപ്പറ്റി ഡിസൈൻ ചെയ്യാൻ തുടങ്ങണം. അങ്ങനെയാകുമ്പോഴാണ് നമ്മൾ ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഒക്കെ നേരത്തെ തന്നെ വിളിച്ചിട്ട് നമുക്ക് ഇന്ന രീതിയിലാണ് ഒരു സ്പെസിഫിക് പോയിൻറ്റോടുകൂടി പോകണം. ഇതൊരുമാതിരി പലപ്പോഴും നമ്മളൊരു തൃശ്ശൂർ പൂരം നടത്തുന്നു, അതെങ്ങനെ മെച്ചപ്പെട്ട് നടത്താം എന്നുള്ള രീതിയിൽ എങ്ങനെ നടത്തുന്നുള്ളതല്ലാതെ കാര്യമായ ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അത് മാറേണ്ടതുണ്ട്. അത് മാറിയാലേ നമുക്ക് നമ്മുടെ ഒരു മേള
നമ്മുടെ മേള ജനപങ്കാളിത്തത്തിൽ മാത്രമേ മുന്നിലുള്ളൂ. ഒരു മേള, ചലച്ചിത്ര മേള എന്നുള്ളൊരു നിലവാരമനുസരിച്ച് ഏഷ്യയിലെ പല മേളകളിലേക്കും വളരെ താഴെയാണ് നമ്മുടെ മേള. ഒരുപക്ഷെ ടോക്കിയോ പോലെയോ ബുസാൻ പോലെയോ ഷാങ്ഹായ് പോലെയോ ഒന്നും നമ്മുടെ മേള ഇല്ല. അതിലുമൊക്കെ താഴെയാണ്. നമുക്കുള്ള മേളയുടെ ഒരേ ഒരു ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ജനകീയ മേളയാണ്. 15,000 ഡെലിഗേറ്റ്സ് വരുന്നു എന്നുള്ള ഒറ്റ നേട്ടം മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഒരു നേട്ടമൊന്നുമില്ല. പക്ഷേ ഈ ഏഷ്യയിലെ ഒരു മികച്ച ചലച്ചിത്രമേളകളുടെ കൂട്ടത്തിൽ എത്തണമെങ്കിൽ ഇത്തരത്തിൽ സംഘാടനം കൂടി കുറച്ചുകൂടി നന്നാക്കി പ്രൊഫഷണൽ ആക്കേണ്ടതുണ്ട്. ഈ മേളയോട് അനുബന്ധിച്ചുള്ള ഫിലിം മാർക്കറ്റ് പോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ കൂടി ഉറപ്പാക്കേണ്ടതുണ്ട്. എങ്കിലേ അത്തരത്തിൽ ഏഷ്യയിൽ ഒരു മികച്ച മേളയിൽ നമുക്ക് ഒരു സ്ഥാനം കിട്ടാൻ സാധ്യതയുള്ളൂ. തീർച്ചയായിട്ടും ഈ മേള എങ്ങനെ നിലവാരത്തിലെത്തിക്കാമെന്നുള്ളതും മികച്ച സിനിമകൾക്ക് എങ്ങനെ സബ്സിഡി കൊടുക്കാമെന്നുള്ള രണ്ട് വിഷയങ്ങളിൽ, ചലച്ചിത്രമേളയും സിനിമയുടെ കലാമൂല്യ സിനിമകളുടെ സബ്സിഡിയും, ഈ രണ്ട് വിഷയങ്ങളിൽ കമൽ സാർ കൂടി ഉൾപ്പെട്ട ഒരു കമ്മിറ്റി, ഞാനും കൂടി ഉൾപ്പെട്ട ഒരു കമ്മിറ്റി വളരെ വിശദമായ ഒരു റിപ്പോർട്ട് 1 വർഷം മുമ്പ് തയ്യാറാക്കിയതാണ്. ആ റിപ്പോർട്ടിൻ്റെ കോപ്പി അന്നത്തെ ഗവൺമെൻറ്റിന് കൊടുത്തിരുന്നു. ഇപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും കോപ്പി കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ ബൃഹത്തായ ഒരു റിപ്പോർട്ടാണ്. നമ്മൾ ലോകത്തുള്ള പല ചലച്ചിത്രമേളകളും പഠിച്ച് ആ ചലച്ചിത്രമേളകൾ എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളത് നോക്കിക്കണ്ട് അതിനോട് അതേ മാതൃകയിലുള്ള ഒരു വലിയ റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നും വേണ്ട, ആ റിപ്പോർട്ട് നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ മതി, ഇതൊക്കെ പരിഹരിക്കപ്പെടും. പക്ഷേ ആ റിപ്പോർട്ട് എനിക്ക് തോന്നുന്നു മന്ത്രിയുടെ മേശയ്ക്കകത്ത് അന്ന് നമ്മൾ കൊടുത്ത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. അത് കമൽ സാർ കൂടി ഉൾപ്പെട്ട ഒരു കമ്മിറ്റി, ഞങ്ങളെല്ലാം ഉൾപ്പെട്ട ഒരു കമ്മിറ്റിയാണ്. അതുകൂടാതെ അടൂർ കമ്മിറ്റി ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ടുകളൊക്കെ കൊടുക്കുന്നതല്ലാതെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു കാര്യവുമില്ല, യാതൊരു നിലപാടുമില്ല. അതാണ് ഈ പ്രശ്നം.